നീ എന്താ താമസിച്ച? ഓ, ആ കൊച്ചു കിടത്തി ഓർക്കില്ലെന്നേ. ഓഫീസിലെ കഥയും മാനേജറെ കുറ്റവും പറഞ്ഞു പറഞ്ഞ് കിടന്നുറങ്ങുമ്പോൾ പാതിരാത്രിയായി. അനു കഥ നിർത്തിയപ്പോഴേക്കും റിനു സ്കൂളിലെ കഥ തുടങ്ങി. അത് നന്നായി. അവരെല്ലാം ഒന്ന് പറയുന്നില്ലേ, അത് തന്നെ വലിയ കാര്യല്ലേ. ആ ഗുഡ് മോർണിംഗ് ആണ് സാർ. ഇന്ന് ലൈലാൻഡ് വന്നില്ലേ? ഓ മടി പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഈ പ്രായത്തിലെ കിടപ്പായി പോയി കഴിഞ്ഞാൽ പിന്നെ ഒരുത്തരും നോക്കത്തില്ല. നമ്മുടെ ആരോഗ്യം നോക്കിയാൽ നമുക്ക് കൊള്ളാം. ഓ പിന്നെ കടാകടിയന്മാരെ 3 ആമ്പിള്ളേരുള്ളപ്പോഴാ അവര് ലൈലാൻഡ് കൈവെള്ളം കൊണ്ടുവന്നു. ഓ നടക്കും കൈവെള്ളം കൊണ്ട് വെച്ചു കൊടുത്താ എയർ ലിഫ്റ്റ് ചെയ്ത് അവളെ അമേരിക്കയിലോ ജർമ്മനിയിലോ ഉള്ള അവരുടെ വീടുകളിൽ കൊണ്ട് വെച്ചു കൊടുക്കണം. അല്ല അത് അവന്മാരായിട്ട് നാട്ടിലോട്ട് വരത്തില്ല. ആ ഫൈസലേ, ഞങ്ങളുടെ ഫ്ലാറ്റിലേക്ക് 2 എക്സ്ട്രാ കുപ്പി പാല് വെച്ചേക്കണേ. 5 പേരല്ലേ? ഇനി ഇതൊക്കെ പിള്ളേരുടെ ഇഷ്ടമല്ലേ? അതെന്നാ ഞങ്ങളുടെ ഇഷ്ടം റിട്ടയർമെന്റ് കഴിയുമ്പോൾ എക്സ്പയർ ആവും. നാട്ടിൽ സ്ഥിരമായിട്ട് വന്ന് നിൽക്കാനൊന്നും പറയുന്നില്ല. വർഷത്തിൽ 1 പ്രാവശ്യം ഒന്ന് വന്നു പോകാൻ വയ്യേ. 3 വർഷം കഴിഞ്ഞു. ഇനിയേ ഞങ്ങളിൽ ഒരാൾ ചാവണം, എന്നാലേ വരൂ. നാടും വേണ്ട നാട്ടുകാരും വേണ്ട. ഓക്കേ, ഹാവ് എ പോസിറ്റീവ് ഡേ. രാവിലെ തന്നെ മനുഷ്യൻ നെഗറ്റീവ് അടിപ്പിച്ചിട്ട് ഹാവ് എ പോസിറ്റീവ് ഡേ. ചുമ്മാ തള്ളയുടെ മക്കളൊന്നും നാട്ടിലോട്ട് തിരിഞ്ഞു നോക്കാത്ത. നീ എന്തിനാ അതിനൊക്കെ നെഗറ്റീവ് അടിക്കുന്നേ? ഞാൻ നെഗറ്റീവ് അടിക്കും. എന്റെ 2 ചെറുക്കന്മാരെ പുറത്തു പോകാൻ കിടന്നുകൊണ്ട് കയറ് പൊട്ടിക്കുക. അവന്മാര് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് പ്രതീക്ഷിക്കുക പോലും വേണ്ട. അല്ലേലും അങ്ങനൊന്നും പ്രതീക്ഷിക്കാനേ പാടില്ല. മണ്ടത്തരല്ലേ അതൊക്കെ? ഒരു മണ്ടത്തരവും ഇല്ല. ഇവന്മാരെയൊക്കെ കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് നമ്മളെ നോക്കാനല്ല പിന്നെ എന്നാത്തിനാ. ഞാനും തമ്പാനും പ്ലാൻ ചെയ്തിരിക്കുന്നത് പ്രായമായ മക്കളൊന്നും അടുപ്പിക്കില്ലെന്നാ. ഞങ്ങൾ വല്ല മലയുടെ മുകളിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അസിസ്റ്റഡ് ലിവിംഗ് ഹോമിൽ പോയി താമസിക്കും. മക്കളെ അടുപ്പിക്കത്തില്ല, ബന്ധുക്കളെ അടുപ്പിക്കത്തില്ല. ഈ അസിസ്റ്റന്റ് ലിവിംഗ് ഹോം എന്ന് പറഞ്ഞാൽ അതെന്താന്ന് വെച്ചാൽ അവിടെ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ആൾക്കാർ കാണും. ഈ ഡോക്ടേഴ്സും നഴ്സുമാരും പിന്നെ കുക്കിങ്ങും ക്ലീനിങ്ങും അങ്ങനെയെല്ലാം എന്ന് പറഞ്ഞ വൃദ്ധസദനം. അങ്ങനെ വേണേലും പറയാം. അങ്ങനെ പറഞ്ഞാ മതി. നടക്കും. പ്രായമാകുമ്പോ വൃദ്ധസദനത്തിൽ പോയി കിടക്കുന്നതെന്നല്ല അങ്ങ് ചാവുന്നതോ. എന്റെ മിനി, അതല്ലേ സുഖം? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല, പണിയുമില്ല, അങ്ങോട്ട് സുഖിക്കുക. ഓ എന്റെ നളിനി, ഓർക്കുമ്പോ തന്നെ പേടിയാവുന്നു. ഒരു പണിയും ചെയ്യാതെ 24 മണിക്കൂർ ഓ അങ്ങനെ മുഖം നോക്കി ഇരിക്കുന്ന ഓർക്കുമ്പോ എനിക്ക് പേടിയാവോ. നീ സിബിച്ചിനെ തന്നെ നോക്കിയിരിക്കണ്ട. അവിടുന്ന് കൊള്ളാവുന്ന ഒരു ബോയ് ഫ്രണ്ട് അപ്പൂപ്പനെ കണ്ടുപിടിക്കാൻ നോക്ക്. ദൈവദോഷം പറയല്ലേ നളിനി. നേഴ്സുമാർക്ക് സ്നേഹം തരാൻ പറ്റുമോ? വയസ്സാം കാലത്തെ വയ്യാണ്ട് കിടക്കുമ്പോൾ മക്കൾ അടുത്തുള്ളതിന്റെ സന്തോഷവും സുഖമൊന്നും വേറെ തന്നെ. വയ്യാത്ത നമ്മളെ നോക്കുന്നത് മക്കൾ കൂടെ സുഖമായി തോന്നണ്ടേ? അതവരുടെ കടമയല്ലേ. ഒന്നും അല്ലെങ്കിൽ അവർക്ക് വേണ്ടി കുറച്ച് ഉറക്കളിക്കുകയും കഷ്ടപ്പെടുകയും നമ്മൾ ചെയ്തല്ലേ. കഷ്ടപ്പാടെന്ന വാക്ക് കേൾക്കുന്നതേ പിള്ളേർക്ക് ഇഷ്ടമല്ല. പിന്നെ മക്കളെ നോക്കുന്ന കുറച്ച് കാശ് നമുക്ക് വേണ്ടി മാറ്റിവെച്ചാൽ നമുക്ക് കൊള്ളാം. കൊള്ളാം എന്ത് കൊണ്ടിട്ട് തൊലി എരിഞ്ഞു പോകുന്നു. എന്ത് ഡ്രസ്സ് നോക്ക്. അത് ഓടാൻ ഇടുന്ന ഡ്രസ്സല്ലേ? ഇവൾമാർക്ക് ലൂസ് ഡ്രസ്സ് ഇട്ടാൽ ഓടാൻ പറ്റത്തില്ല. വിയർപ്പ് വേഗം പോകുന്ന അനു പറഞ്ഞു. അവൾക്ക് ഇതുപോലെ ഒന്നുണ്ട്. നമുക്കൊന്നും വിയർപ്പില്ലേ. ഇതേ ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തിട്ട് കുന്തളിപ്പാ. അവർക്ക് ഇഷ്ടമല്ല എന്തെങ്കിലും ചെയ്യട്ടെന്നേ. എന്തേലും ചെയ്യട്ടെ, നമുക്കെന്നാ. എന്തേലും ആവട്ടെ. നമ്മുടെ പിള്ളേർ ചെയ്യുമ്പോഴത്തേക്കാ അനുമോളെയൊക്കെ ഞാൻ എൻ്റെ സ്വന്തം മോളെപ്പോലല്ലേ കാണുന്നത്. അനുമോക്ക് എന്താ പ്രശ്നം? ഏയ് ഒന്നുമില്ല. നീ കാര്യം പറയേ. ഒന്നുമില്ലടി. ഇനി നിനക്ക് എന്നോട് ദേഷ്യമാവും. നീ കാര്യം പറ. ചുമ്മാ. അതെ, ഞാൻ അമ്മയുടെ സ്ഥാനത്ത് നിന്നിട്ട് പറയുക. പറ. കുറച്ച് നാളായിട്ട് പറയണമെന്ന് കരുതുന്ന അനുമോളോടെ ഫ്ലാറ്റിൽ കൂടെ നടക്കുമ്പം ഡ്രസ്സിൽ ഇച്ചിരി ഒന്ന് ശ്രദ്ധിക്കാൻ പറയണം. അവളുടെ ഡ്രസ്സിന് എന്താ പ്രശ്നം? വീടിനുള്ളിൽ കൂടെ നടക്കുന്ന പോലെ അല്ല, ഫ്ലാറ്റിൻ്റെ കോമൺ ഏരിയയിൽ കൂടെ നടത്തുന്നത്. മൊത്തം ഫ്ലാറ്റും വീട് പോലെയല്ലേ നമ്മളും വീട്ടിലിരിക്കുന്ന ഡ്രസ്സിലിട്ടിരിക്കുന്നേ? അതിനെന്താ? നീ എന്താണെന്നാണ് നീ ചുമ്മാ മനസ്സിലാവാത്ത പോലെ സംസാരിക്കുന്നത്? നീയാ മനസ്സിലാവാത്ത പോലെ സംസാരിക്കുന്നത്. അവളിട്ട് ഏത് ഡ്രസ്സിനാ പ്രശ്നം? എന്ത് പ്രശ്നം? ഒന്ന് വ്യക്തമായിട്ട് പറ. അനുമോളോട് ഫ്ലാറ്റിൻ്റെ കോമൺ ഏരിയയിൽ കൂടെ നടക്കുമ്പോൾ ബ്രേസർ ഇടാൻ പറയണം. ബ്രേസർ വീടിനകത്തൂടാണേലും ഇടുന്നു നല്ലതാ. അവിടെ ഒരു ആങ്കൊച്ചു വളർന്നു വരുമല്ലേ. നമുക്കവള് കുഞ്ഞായിരിക്കും, ബാക്കിയുള്ളവർക്ക് അങ്ങനെ അല്ലല്ലോ. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. അനുമോൾ അത്ര മെലിഞ്ഞിട്ടൊന്നുമല്ല, വേഗം ശ്രദ്ധിക്കും. ആരും പറയത്തില്ലെന്നേ. നമ്മുടെ പുറകെ നിന്ന് പറഞ്ഞ് കളിയാക്കിച്ചിരിക്കും. എനിക്കങ്ങനെ പറ്റുമോ? പറച്ചിൻ്റെ മാത്രമല്ല, ഓരോരുത്തവർ നോക്കുന്ന കാണുമ്പോൾ സങ്കടം വരും. പിന്നെ ആണുങ്ങളെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പ്രായവതല്ലേ, പെങ്കൊച്ചുങ്ങൾ വേണ്ട ശ്രദ്ധിക്കാൻ. നളിനി, നളിനി എന്തു പറ്റി? വാന്നേ.
എന്താ എന്ത്? മുഖത്തൊരു പുച്ഛം? ഒന്നുമില്ല. എന്താണ്? ഒന്നുമില്ല. മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അത്ര പോറാണോ എൻ്റെ ഡ്രസ്സ്? ഏയ്, ചെറിയൊരു എക്സ്പോസ്ഡ് ആണോ എന്നൊരു സംശയം. ഇത് മേടിച്ചപ്പോൾ അമ്മ ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ ഒന്നും പറഞ്ഞില്ലല്ലോ. ഇല്ല. ചുമ്മാ എൻ്റെ കോൺഫിഡൻസ് കളയല്ലേ അമ്മ? ഇല്ലടി, കുഴപ്പമൊന്നുമില്ല. വേണ്ട, കുഴപ്പമില്ല. ഡ്രസ്സ് മാറാൻ അനു, പോവാ. ഇല്ലടി, വേണ്ട, കുഴപ്പമില്ല. വേണ്ട, ഞാൻ മാറുക. എന്താണല്ലോ രാവിലെ തന്നെ നീട്ടിയൊരു ഹോയ് വിടി? അതെ, ആ മിനി ഒരു കാര്യം പറഞ്ഞു. എന്തെങ്കിലും കൊനഷ്ടായിരിക്കുമല്ലേ? ആ ഡാഗിനുമായി കൂട്ട് വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ? എൻ്റെ അച്ഛനാവാൻ നോക്കരുത് കേട്ടോ. മിനിക്കൊരു കുഴപ്പമില്ല. മനസ്സ് തോന്നിയ കാര്യം മുഖത്ത് നോക്കി പറയും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആർക്കും ഇഷ്ടാവാത്ത. അങ്ങനെ മനസ്സിലുള്ളതൊക്കെ വിളിച്ചു പറയാനുള്ളതല്ല. എന്ത് പറയണം എന്ത് പറയണ്ട എന്ന് മനസ്സിലാക്കാനുള്ളതാണ് ഔചിത്യബോധം. അതെ, അത് നിന്റെ കൂട്ടുകാരി ഡാഗിനിക്കില്ല. ആര് പറയുന്നു എന്നല്ലല്ലോ, പറയുന്നതിൽ കാര്യമുണ്ടോ നോക്കിയാൽ പോരെ. ആട്ടെ, എന്താ കാര്യം പറ. പറയടോ. അനുവിനെ കുറിച്ചാ. ഞാൻ ഇറങ്ങട്ടെ. അനു, നീ എൻ്റെ കൂടെ വരുന്നോ? എൻ്റെ ക്യാബ് താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പോവാ. ഓക്കെ, ചമ്പാനെ, ടാറ്റാ. ചെക്ക് ലീഫ് സൈൻ ചെയ്യാൻ മറക്കരുത് കേട്ടോ. റിനു, ഇതെങ്ങോട്ടേ കുട്ടി നിക്കറിട്ടുണ്ട്? താഴെ സൂപ്പർ മാർക്കറ്റിൽ പേന വാങ്ങിക്കാൻ. ആ വേണ്ട, ഞാൻ പോയി വാങ്ങിച്ചോളാം. ഓക്കെ. ഇവിടെ EMI കൊടുക്കണ്ട. സമയമായി, ഞാൻ പോവാ. ഞാനും വരാം, ഞാനുണ്ട്. വേഗം വാ. അതെ എൻ്റെ പ്രാവേ. അതെ, വലിയ പുരോഗമനൊന്നും പറയാണ്ട് അനുവിനോട് ഇതെങ്ങനെ അവതരിപ്പിക്കണമെന്ന് പറ. എടേ, ഇതൊരു സ്ത്രീജന വിഷയമായതുകൊണ്ട് നിങ്ങൾ സ്ത്രീജനങ്ങൾ തന്നെ ഡീൽ ചെയ്യുന്നില്ലേ ഭംഗി? ഒരച്ഛനെന്ന നിലയിൽ മകളോട് പറയാൻ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. നീ തന്നെ പറ. എനിക്ക് വയ്യ. ഒരു വിധത്തിലാണ് ഞാൻ അവളോടൊന്ന് അടുത്ത് വരുന്നത്. എന്നാ പറയണ്ട. ഈ സാധനം നീയോ എൻ്റെ മക്കളോ ഇടാത്തതിൽ എനിക്കൊരു വിരോധമില്ല. ഒരു കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുമ്പം അവിടെയുള്ള ആൾക്കാരുടെ കൂടെ സൗകര്യം നോക്കണ്ടേ? അങ്ങനെ എൻ്റെ മോളൊരു സംസാര വിഷയമാവുന്നത് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. എന്തൊരു കഷ്ടാദേവി ഇത്. എടി, ഞാൻ ജെട്ടിട്ടണോന്ന് ബാക്കിയുള്ള പൊക്കി നോക്കേണ്ട കാര്യം എന്തുവാ? ഞാൻ വൈകുന്നേരം വരട്ടെ, സംസാരിക്കാം. ഇപ്പം തന്നെ ലേറ്റായി. ബൈ ബൈ.